നമസ്കാരം. കണ്ടകശനിയുടെ വരവാണെങ്കിലും വരവാണല്ലോ ചെലവല്ലല്ലോ എന്ന് കരുതി ജീവിക്കുന്ന ഒരു ഈഴവ സമുദായ പ്രമാണി, അയ്യങ്കാർ സ്വാമി വരും വരെ അമാവാസി നിൽക്കില്ല എന്നറിയാത്ത നായർ സമുദായ പ്രമാണി, ഈ രണ്ടുപേരെയും പ്രാണിശാസ്ത്രം വെച്ച് ഒന്ന് വിലയിരുത്തിയാൽ അത്ഭുതം ജനിപ്പിക്കുന്ന ഒരു ജനിതക ഘടന കണ്ടെത്താൻ കഴിയും. ഉരകവർഗത്തിൽപ്പെടുന്ന ഒരു ജീവിയായ ഓന്താണ് ഒന്നാമത്തെ സാമ്പിൾ. NSSന്റെ എല്ലാ അഭിപ്രായത്തോടും എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. ആ പാവം രമേശിൻ്റെ തന്നെ ഭാവി നശിപ്പിക്കുകയല്ലേ. എന്തിനിങ്ങനെയൊക്കെ വർത്തമാനം പറയുന്നത്? സമുദായത്തിൻ്റെ കാര്യം പറഞ്ഞാൽ പോലെ പ്രതലത്തിനനുസരിച്ച് നിറം മാറും. കണ്ണുകൾ ഒരുമിച്ചല്ലാതെ പ്രത്യേകമായി ചലിപ്പിക്കാനും കഴിയും. ദൃശ്യമാകുന്ന വസ്തുക്കളുടെ അകലം മനസ്സിലാക്കാനുള്ള കഴിവും ഇതിനുണ്ട്. വളരെ നീളമുള്ളതും വേഗത്തിൽ പുറത്തേക്ക് നീട്ടാവുന്നതുമായ നാക്കുകൊണ്ട് ഇര പിടിക്കാനും ഇതിന് സാധിക്കും. ഏതു മരത്തിലും ചുറ്റിപ്പിടിക്കാൻ സാധിക്കുന്ന വാലാണ് മറ്റൊരു സവിശേഷത. മഴക്കാടുകളിലും ആലപ്പുഴ ജില്ലയിലെ കണിച്ചുകുളങ്ങരയിലുമാണ് ഇതിനെ പതിവായി കണ്ടുവരുന്നത്. ഉദരഭാഗത്ത് മഞ്ഞയും നെറ്റിമധ്യേ ചുവന്ന പൊട്ട് എന്നിവയാണ് ഇതിൻ്റെ മറ്റു പ്രത്യേകതകൾ. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പെരുന്നയിൽ മാത്രം കണ്ടുവരുന്ന ഒരു തദ്ദേശ ജീവിയെയാണ്. വളരെ കഷ്ടമായി പോയി. ജനാധിപത്യ മര്യാദ അനുസരിച്ചുള്ള ഒരു തീരുമാനമായിരുന്നെങ്കിൽ ഇതിങ്ങനെ ആയിരിക്കുമായിരുന്നില്ല. പാരപണിയാനും ഏഷണി പുലമ്പാനും മാത്രമേ ഇത് പ്രത്യക്ഷപ്പെടുകയുള്ളൂ. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ അത്ഭുതകരമായ ഒരു പരിണാമം സംഭവിച്ചിട്ടുള്ള ഒരു പ്രത്യേകതരം മരത്തവളയാണിത്. ഇപ്പോഴതിന് ചുവപ്പിൻ്റെ അംശം കൂടുതലായി കണ്ടുവരുന്നുണ്ട്. നനവേറെയുള്ള ഇലകൊഴിയും കാടുകളിൽ മാത്രമല്ല, ചങ്ങനാശ്ശേരിയിലും ഇതിനെ സദാസമയവും കണ്ടുവരുന്നു. ആണ്ടിലൊരിക്കൽ മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ. ഈ 2 ജീവിവർഗങ്ങളുടെയും തനി സ്വഭാവം പുറത്തു വന്നത് ഇപ്പോഴാണ്. രാഷ്ട്രീയ കാലാവസ്ഥയിലുണ്ടായ മാറ്റത്താൽ ഇവ രണ്ടും അതിജീവനത്തിനായി കേഴുന്ന അവസ്ഥയിലാണ്. കേരളത്തിൽ VD സതീശൻ മുഖ്യമന്ത്രിയായതോടെ തനിക്കൊണം പുറത്തു കാണിച്ച ബഹുമാനപ്പെട്ട സുകുമാരൻ നായർ സാറിനോടും നടേശൻ സാറിനോടുമുള്ള ഭയഭക്തി ബഹുമാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, നിങ്ങൾക്ക് രണ്ടിനും കേരള സമൂഹത്തിലുള്ള വില എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? സമുദായത്തിൽ വലിയ വിലയാണെങ്കിലും നാട്ടിൽ പുല്ല് വിലയാണ്. കേരളത്തിലെ 2 പ്രബല സമുദായങ്ങളെ നയിക്കുന്ന നിങ്ങൾക്ക് ഈ സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങളെ തൊട്ടറിയാൻ കഴിയാതെ പോയതിൽ അത്ഭുതമില്ല. പിണറായിക്ക് കഴിഞ്ഞിട്ടില്ല, പിന്നല്ലേ നിങ്ങൾക്ക്? ഒരു ഫോൺ വന്നാൽ അത് അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ വാസവനാണോ ഗോവിന്ദനാണോ എന്ന് ചോദിക്കുന്ന സുകുമാരൻ നായർ ചോദിക്കുകയാണ്, ജനവികാരം ഇവരെങ്ങനെയാ മനസ്സിലാക്കിയത്? എന്തായിരുന്നു അതിൻ്റെ മാനദണ്ഡം? സുകുമാരൻ നായർക്ക് മുമ്പിൽ വിനീതദാസന്മാരായി വന്നിരിക്കുന്ന ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ വായ്ക്കൈ പൊത്തി ഇരിക്കുന്നത് പോലെ ഒരു നേതാവിൻ്റെയും സമുദായ പ്രമാണിയുടെയും മുൻപിൽ ഓച്ചാനിച്ച് നിൽക്കുന്നവരല്ല ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ. അണികൾ നേതൃത്വത്തെ മാത്രമല്ല സമുദായ പ്രമാണിമാരെയും ചോദ്യം ചെയ്യാൻ ഇനി അധികകാലം വേണ്ട. സതീശൻ്റെ ആലുവയിലെ വീടിൻ്റെ മുമ്പിൽ ഒരാൾക്കൂട്ടം കണ്ടയുടനെ കഞ്ഞി കുടിച്ചുറങ്ങാൻ കിടന്ന സുകുമാരൻ നായർ എഴുന്നേറ്റ് ഒരു വാർത്താ സമ്മേളനം നടത്തി. സന്ധ്യ കഴിഞ്ഞ് തലവട്ടം പുറത്തു കാണിക്കാത്ത പുള്ളി പുറത്തിറങ്ങി നാട്ടുകാരോട് പറയുകയാണ്, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ലീഗിനെന്താ അവകാശമെന്ന്. അതിന് അവകാശമുള്ളത് മണിച്ചേട്ടന് മാത്രമാണ്. കോൺഗ്രസിന് അധികാരം കിട്ടുമ്പോഴെല്ലാം താക്കോലിടാൻ ഒരു കിഴുത്ത ചോദിക്കും അദ്ദേഹം. താക്കോലിൻ്റെ കാര്യവും പൂട്ടിൻ്റെ കാര്യവും ഇപ്പോൾ ഇരുന്ന് പറഞ്ഞപ്പോൾ NSSന്റെ എല്ലാ അഭിപ്രായത്തോടും എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. ആ കിഴുത്തയിൽ രമേശനെ പിടിച്ചിരുത്തിയാലേ തൃപ്തിയാകൂ. വിരട്ടലും വിലപേശലും ഒന്നും ഇനി നടക്കില്ല സാറേ. കാറ്റെറിഞ്ഞ് തൂറ്റാൻ പഠിക്കണം. അത് വെള്ളാപ്പള്ളിക്ക് അറിയാം. പിണറായി 3ാമത് നിരങ്ങി വരുമെന്ന് ആരോ പറഞ്ഞു. അതോടെ സുകുമാരൻ നായർക്ക് സതീശനെ അങ്ങ് പുച്ഛമായി. 11 ആരുടെ എന്നായി ചോദ്യം. പറവൂരിലെ നായന്മാർക്ക് ഒതുക്കത്തിലൊരു ഇടയ ലേഖനവും എഴുതി കാണണം. സതീശൻ വന്നാൽ രമേശൻ ഔട്ടാകുമെന്ന് ഈ മണിച്ചേട്ടൻ അറിയാം. സതീശൻ വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് വാസവൻ വിളിക്കാത്ത ദിവസങ്ങളില്ല. ബുധനാഴ്ച രാത്രി സുകുമാരൻ നായർ പ്രസ് മീറ്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഫോൺ റിങ് ചെയ്തു. എത്ര അമർത്തിയിട്ടും ഫോൺ അറ്റൻഡ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അമർത്തിയതെല്ലാം വെറുതെയായി. പേര് തെളിഞ്ഞിരുന്നെങ്കിൽ ഉടൻ വിളിച്ചു പറഞ്ഞേനെ, ആഹാ വാസവനാ. ഇനി ചെന്നിത്തലയാണോ വേണുഗോപാലാണോ വിളിച്ചതെന്ന് ആർക്കറിയാം. സത്യത്തിൽ സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന സൂചന ആദ്യം കിട്ടിയത് ഈ മണിച്ചേട്ടനായിരുന്നു. സുകുമാരൻ നായർക്ക് AICCയിലുള്ള സ്ഥാനം എന്തെന്ന് KPCCക്ക് പോലും അറിഞ്ഞുകൂടാ. ഇനി സുകുമാരൻ നായരെ ഹൈക്കമാൻഡ് അങ്ങ് ദില്ലിക്ക് വിളിപ്പിക്കുമോ എന്ന് പോലും നമ്മൾ അത്ഭുതപ്പെട്ടു. ടീം UDFൽ പെട്ടതാണ് ലീഗ്. വോട്ട് പിടിച്ചതും ആ പേരിലാണ്. പക്ഷേ ലീഗ് അഭിപ്രായം പറയാൻ ആരാണെന്നായി സുകുമാരൻ നായർ. അരനൂറ്റാണ്ടായി കോൺഗ്രസിൻ്റെ ഭാഗമാണ് ലീഗുകാർ.
കേട്ടാൽ തോന്നും UDF-ൽ പെട്ടതാണ് സുകുമാരൻ നായരുടെ NSS എന്ന്. ചില പ്രായമായ മനുഷ്യർ ലാളിച്ചാൽ കുട്ടിക്ക് കണ്ണുദോഷമുണ്ടാകും എന്ന് പറയാറുണ്ട്. വയറിളക്കമുണ്ടാകും, മുഖം വിളറും. ഇതുപോലെ സുകുമാരൻ സാറിൻ്റെ ലാളന കൊണ്ട് രാഷ്ട്രീയ ഭാവി നശിച്ചുപോയ ദൃഷ്ടിദോഷമുണ്ടായ കുട്ടിയാണ് രമേശ് ചെന്നിത്തല. കഴിഞ്ഞ കുറേ നാളുകളായി സുഖിച്ചേട്ടനും നടേശൻ മുതലാളിക്കും സതീശനെ തെറി പറയാതെ ഉറക്കം കിട്ടാത്ത അവസ്ഥയായിരുന്നു. രമേശനെ അങ്ങ് പോക്കുകയും ചെയ്യും. അഹങ്കാരി, വൃത്തികെട്ടവൻ തുടങ്ങിയ പദങ്ങൾ കൊണ്ടാണ് നടേശൻ സതീശവധം നടത്തിയത്. നായരും പുലഭ്യം പറയാൻ മടിച്ചില്ല. ഇതൊക്കെ കേട്ട് CPM-കാർ ആഹ്ലാദിച്ചത് മനസ്സിലാക്കാം. ഈ വൃത്തികേടുകൾ മുഴുവൻ പറഞ്ഞു നടന്ന സമുദായ നേതാക്കളോട് ഒരു വാക്കുകൊണ്ട് പോലും ചെന്നിത്തല പ്രതിഷേധിച്ചില്ല. അത് അവരുടെ അഭിപ്രായമെന്ന് പറഞ്ഞ് തടി തപ്പി. കൂട്ടത്തിലൊരുത്തനെ വലിച്ചു കീറാൻ 2 സമുദായ നേതാക്കന്മാർക്ക് ഇട്ടുകൊടുത്തിട്ട് മുഖ്യമന്ത്രി പദവിയും സ്വപ്നം കണ്ട് രമേശ് ഒന്നും അറിയാതെ നടന്നു. എനിക്ക് പ്രായമുണ്ടല്ലോ എന്നാണ് പുള്ളിയുടെ കണക്ക് കൂട്ടൽ. ഇതേ നയമായിരുന്നു KC-ക്കും. കാശ് കൊടുത്തും സീറ്റ് കൊടുത്തും കൂടെ നിർത്തിയ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചെടുക്കാൻ സമുദായ പ്രമാണിമാരുടെ ഔദാര്യം വേണമെന്ന് പാവം ചിന്തിച്ചു പോയി കാണും. ഒരു പ്രമാണിയും കനിയാതെ നിലപാടിൻ്റെ കാർക്കശ്യം കൊണ്ടും ചിന്താശേഷി കൊണ്ടും ഉഗ്രമായ ജനപ്രീതി കൊണ്ടും ടീം UDF വിജയം നേടി. വെള്ളാപ്പള്ളിക്ക് നിറം മാറാനുള്ള കഴിവുള്ളതിനാൽ അദ്ദേഹം തരത്തിന് നിൽക്കും. ഇന്നലെ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അതിനുദാഹരണമാണ്. സമുദായ നേതാക്കൾ സമുദായത്തിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി അത്രേ. എൻ്റെ പൊന്നോ, ഈ പറയുന്നത് വെള്ളാപ്പള്ളി തന്നെയാണോ? സുകുമാരൻ നായർ അങ്ങനെയൊന്നും പറയരുതായിരുന്നുവെന്നും വിലക്കി. ഈ കാർന്നോരെ ഒന്ന് ഉപദേശിക്കാൻ അടുത്ത കിരീടാവകാശിയായ മോള് നായർക്ക് പോലും കഴിയുന്നില്ലല്ലോ. കട്ടിലിരുന്ന് കാലാട്ടി കോളാമ്പി തള്ളി മറിക്കുന്ന അവസ്ഥയിലെത്തി സുകുമാരൻ നായർ. തിരുമുകാരായ കുറേ ദാസന്മാർ ഏത് നേതാവിൻ്റെ ചുറ്റും കൂടിയോ അതോടെ തീർന്നു ആ മനുഷ്യൻ്റെ പൊതുബന്ധവും സാമൂഹ്യ ബോധവും. പിന്നെ കർണേജപന്മാർ പറയുന്നത് കേൾക്കുകയും സഞ്ജയൻ്റെ കണ്ണിലൂടെ കാണുകയും ചെയ്യുന്ന ധൃതരാഷ്ട്രയെ പോലെയാകും അവർ. അതിൻ്റെ ഫലമാണ് പിണറായി മഹാൻ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ വിവേകമുള്ള മനുഷ്യരും യുവതലമുറയും കഴിവും പ്രാപ്തിയും നോക്കി വോട്ട് ചെയ്തു. അഹങ്കാരികളെയും അല്പന്മാരെയും നിലംപരിശാക്കി. അത് വർഗീയതയായി കാണാൻ തൽക്കാലം മനസ്സില്ല. പിണറായിക്ക് കിട്ടിയ ഈ അടി അടുപ്പുകൾ സഖ്യമായി നിന്ന് വർഗീയതയുടെ കഞ്ഞി തിളപ്പിച്ച നിങ്ങൾക്ക് 3 പേർക്കും കൂടി അവകാശപ്പെട്ടതാണ്. ഇടതുപക്ഷത്തെ മാത്രമല്ല ജനം തോൽപ്പിച്ചത്, നിങ്ങൾക്കുള്ള ഗുരുദക്ഷിണ കൂടിയാണിത്. നികൃഷ്ടമായ നാവുകൊണ്ട് സതീശനെ വെള്ളാപ്പള്ളി വിളിച്ചത് ബഫൂൺ എന്നായിരുന്നു. പിണറായി നിരങ്ങിയ കസേരയിൽ ഇതുപോലെ ഒരുത്തൻ വന്നാൽ തൻ്റെ വഴി അത്ര സ്മൂത്തല്ല എന്ന് നടേശൻ മുതലാളിക്ക് അറിയാം. നിങ്ങൾ കരുതിയതുപോലെ ലീഗിൻ്റെ ശുപാർശയിൽ ഹൈക്കമാൻഡ് കണ്ണടച്ച് നിയമിച്ചതല്ല സതീശനെ. അതിൻ്റെ കാരണങ്ങൾ അറിയുമ്പോഴാണ് അദ്ദേഹം വെറും ബഫൂൺ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹൈക്കമാൻഡിൻ്റെ കണ്ടെത്തൽ പ്രകാരം സതീശൻ കേരളത്തിൽ പാർട്ടിക്ക് നൽകിയ പ്രത്യയശാസ്ത്ര വ്യക്തതയാണ് ഒരു ഘടകം. കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ് എല്ലാവരും നടക്കുന്നുണ്ട്. എന്താണ് കോൺഗ്രസ് എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞിരുന്നത് പെട്ടി താങ്ങലും ഗ്രൂപ്പ് കളിക്കലുമാണ് കോൺഗ്രസ് എന്നായിരുന്നു. കൂടുതൽ താങ്ങുന്നവൻ അടുത്ത തവണ സീറ്റ് ഉറപ്പിക്കും. എന്നാൽ സതീശൻ ഞാൻ നെഹ്റുവിയൻ ലെഫ്റ്റാണ് എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ അന്തം വിട്ടു. ഇതെന്തോന്ന് സാധനം? രണ്ടാമത്തെ ഘടകം ഉപതെരഞ്ഞെടുപ്പുണ്ടാക്കുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നതായിരുന്നു. ഘടകകക്ഷികളും സതീശൻ്റെ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. KC ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ സതീശൻ ടീം UDF ഉണ്ടാക്കി. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സതീശൻ്റെ പ്രായം പാർട്ടിയുടെ ഭാവിയിലേക്കുള്ള മുതൽക്കൂട്ടായി ഹൈക്കമാൻഡ് കണ്ടു. KC കളഞ്ഞുകുളിച്ച 2 സംസ്ഥാനമെങ്കിലും തിരിച്ചു പിടിക്കാൻ ഭാവിയിൽ സതീശന് കഴിയുമെന്ന് പാർട്ടി വിശ്വസിക്കുന്നുണ്ടാകണം. മുരളീധരനും മുല്ലപ്പള്ളിയും സുധീരനും ആന്റണിയും സതീശന് വേണ്ടി ഉറച്ച നിലപാടെടുത്തിട്ടുണ്ടാകണം. ഒരിക്കൽ മുരളീധരൻ പറഞ്ഞത് ഓർക്കുന്നു, എൻ്റെ അച്ഛനെ ചതിക്കാത്ത ഒരേ ഒരാൾ സതീശനാണ്. ചതി എന്ന വാക്ക് അയാളുടെ ജീവിത നിഘണ്ടുവിലില്ല. ഒരർത്ഥത്തിൽ പാർട്ടിയെ മറന്ന് ഗ്രൂപ്പ് കളിച്ച് അധികാരം നേടാൻ വന്ന KC ഗോപാൽ ചിട്ടയായ പരാജയത്തിലേക്ക് അതിവേഗം നീങ്ങിയ ദേശീയ നേതാവായി മാറി. സതീശനൊപ്പം വിനീതദാസന്മാരായി നിന്നാലല്ലാതെ ഗ്രൂപ്പ് കളിച്ച് MLA-മാർക്കിനി ജനത്തിൻ്റെ വെട്ടത്തിറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. സുകുമാരൻ നായർ വെറുതെ ഇരുന്ന് മോങ്ങുക. മന്ത്രിസഭയിൽ നിന്നും മാറി നിൽക്കാൻ തീരുമാനിച്ച ചെന്നിത്തലയുടെ ന്യായമാണ് ഗംഭീരം. 40 വർഷം മുമ്പ് മന്ത്രിയായിട്ടുള്ള ഞാൻ ജൂനിയറായ സതീശൻ്റെ കീഴിൽ ആ പദവി വഹിക്കാൻ ഇല്ലത്രേ. 40 വർഷം മുമ്പ് ചെന്നിത്തല മന്ത്രിയായിരുന്നപ്പോൾ രാഹുൽ ഗാന്ധി പാളയിൽ കിടക്കുകയായിരുന്നു. പ്രിയങ്ക ഗാന്ധി മുറ്റത്ത് ഓടിക്കളിക്കുകയായിരുന്നു എന്ന് കരുതി രാഹുലിനെ കാണുമ്പോഴും പ്രിയങ്കയെ കാണുമ്പോഴും ചെന്നിത്തല കാലിന്മേൽ കാൽ കയറ്റിയിരിക്കുമോ, എഴുന്നേറ്റ് ചെന്ന് സ്വീകരിക്കുമോ? രാഷ്ട്രീയത്തിൽ പ്രായം നോക്കി പദവി ചോദിക്കുന്ന രമേശ് ജി, അങ്ങ് മാറി നിന്നാലും നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. പിന്നെ വെള്ളാപ്പള്ളിയോടും സുകുമാരൻ നായരോടും അവസാനമായി ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ, ഇവിടുത്തെ ഹിന്ദുക്കളോട് ഈ മഹാന്മാർക്ക് എന്തൊരു ആത്മാർത്ഥതയാണെന്നോ.
ഹിന്ദുക്കൾ ഏറ്റവും ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ശബരിമലയെ കൊള്ളയടിച്ച് ആചാരങ്ങൾ ലംഘിച്ച് അയ്യപ്പൻ്റെ സ്വർണ്ണവാതിലും കട്ടളയും കഴുക്കോലും വരെ മോഷ്ടിച്ച അതിന് കൂട്ടുനിന്ന പിണറായി സർക്കാരിനെതിരെ ഈ വിദ്വാൻമാർ ചെറുവിരൽ അനക്കിയില്ല. എന്നു മാത്രമല്ല, ആ കൊള്ളകളെയും കൊള്ളരുതായ്മകളെയും എല്ലാം പ്രോത്സാഹിപ്പിച്ചു. ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് ഹിന്ദുക്കളെ ഞൊട്ടിയുണർത്താൻ.